ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവും ഐതിഹ്യങ്ങളും നിറഞ്ഞ ബ്രഹ്മമംഗലം ഉയ്യേരി ഉമാമഹേശ്വര മഹാദേവ ക്ഷേത്രം അത്ഭുതങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കലവറയാണ്. ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ ആനന്ദങ്ങളിൽ ആറാടിക്കുന്ന നയനസുന്ദരമായ കാഴ്ചകളും വിശേഷതകളും സർവത്ര കോടി പ്രപഞ്ചങ്ങളുടെയും നാഥനായ കൈലാസനാഥൻ ചന്ദ്രദേവൻ കുടികൊള്ളുന്ന തിരുമുടിക്കെട്ടും ഭസ്മരഹിതമാകുന്ന മേനിയും രുദ്രാക്ഷമാലയും നാഗമാലയും കഴുത്തിൽ ചാർത്തി അമ്പലമാർന്ന പുലിത്തോലും മരവലിയും തിരുനാഗ കഥയിലുള്ള കൃപാലങ്ങൾ മഹാദേവൻ ഓർമ്മകളിലേക്ക് എത്തുന്ന മാത്രമേ ഭക്തിയുടെ പരമകോടിയിലേക്ക് നയിക്കുന്ന പുണ്യമായ ഏഴാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ തിരുനാളുകൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ദീപാരാധനയോടനുബന്ധിച്ച് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടും. മൺതരികളിൽ പോലും പൗരാണികതയുടെ ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ള ചിരപുരാതനമായ ബ്രഹ്മമംഗലം ഉയ്യേരി ഉമാമഹേശ്വര മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പ്രപഞ്ച പരിപാലകനായ വിഷ്ണു ഭഗവാന്റെ 10 ദിവ്യാവതാരങ്ങൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ അധാർമികതയെ നിഗ്രഹിച്ച് ധർമ്മം സംരക്ഷിക്കുവാൻ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരവും മഞ്ഞപ്പെട്ട അമ്പലം ഞൊറിഞ്ഞെടുത്ത് മയിൽപേരി മൗണിയും ചൂടി ഓടക്കൂടലുമായി നിൽക്കുന്ന ആ നീലശ്യാമവർണ്ണ അമ്പാടിക്കണ്ണന്റെ മായാലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തി 7 ദിനരാത്രങ്ങൾ ഭക്തിയുടെ ആനന്ദത്തിന്റെ നിർവൃതികളിൽ ഏഴാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ തിരുനാളുകൾ തെളിയുമ്പോൾ യജ്ഞാചാര്യനായി ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിൽ അവരുകൾ പ്രധാന കാർമ്മികത്വം വഹിക്കും. ഈ ദൈവീകം നിറഞ്ഞ ചടങ്ങിലേക്ക് ഞങ്ങൾ സ്നേഹാദരങ്ങളോടെ ഏവരെയും ക്ഷണിക്കുമ്പോഴൊപ്പം വിശ്വപ്രസിദ്ധമായ ഉയ്യേരി ഉമാമഹേശ്വര മഹാദേവ ക്ഷേത്രം കിഴക്കോട്ട് ദർശനം കൊണ്ട് പുണ്യവും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മഹാദേവൻ ഉയ്യേരി കൊണ്ട് നേദ്യം കഴിച്ചാലും പ്രസന്നവദനാകുന്ന മഹാദേവന്റെ തിരുസന്നിധിയിൽ പുണ്യമായ ഏഴാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ആ ദൈവീകത നിറഞ്ഞ ചടങ്ങുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓം നമഃ ശിവായ.